നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം നമുക്കൊന്ന് കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം 9:7. ചേർ അവന്റെ കണ്ണിന്മേൽ പൂശി നീ ചെന്ന് ശിലോഹം കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശിലോഹം എന്നതിന് അയക്കപ്പെട്ടവനെന്ന് അർത്ഥം. അവൻ പോയി കഴുകി. ഹല്ലേലൂയ. ഒരു കാഴ്ചയില്ലാത്ത ഒരുവന്റെ കണ്ണിൽ ചേറ് പുരട്ടി ശിലോഹം കുളത്തിലോട്ട് അവനെ അയക്കുകയാണ്. ശിലോഹം എന്ന പദത്തിനൊരു അർത്ഥമുണ്ട്. എന്താണ്? ഐക്യപ്പെട്ടവൻ. ഈ ഐക്യപ്പെട്ടവൻ എന്ന പദത്തിന് അങ്ങനെ അർത്ഥമുള്ള കുളത്തിലോട്ട് പോയി കഴുകുവാനായിട്ട് അവനോട് ആവശ്യപ്പെടുകയാണ്. സ്തോത്രം. അതിന്റെ 6 മൂലത്തിൽ വായിച്ചാൽ കുറച്ചുകൂടി ക്ലിയർ ആവും. 6-ാമത്തെ വാക്യത്തിൽ വായിച്ചാൽ അവൻ നിലത്ത് തുപ്പി ഉപ്പല് കൊണ്ട് ചേറുണ്ടാക്കി. അവൻ നിലത്ത് തുപ്പി. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, ദൈവം തന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നത് മണ്ണിൽ നിന്നും അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നും മണ്ണെടുത്ത മണ്ണ് തന്നെ കൈകാര്യം ചെയ്യുന്നു, രൂപകൽപ്പന ചെയ്ത മനുഷ്യനെ സൃഷ്ടിക്കുന്നു. അല്ലെ? അങ്ങനല്ലേ പഠിക്കുന്നത്? അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി. അപ്പം ഈ മനുഷ്യൻ തേജസ് കൊണ്ട് നിറയപ്പെട്ടവനായിരുന്നു. സർവചരാചരങ്ങളെ സൃഷ്ടിച്ചിട്ടാണ് ദൈവം മനുഷ്യനെ പ്രപഞ്ചത്തിൽ ആക്കി വെച്ചത്. എന്തിനാക്കി വെച്ചത്? സകലത്തെയും വാഴുവാൻ. സകലത്തെയും വാഴുവാൻ പ്രപഞ്ചത്തിൽ മനുഷ്യനെ ആക്കി വെച്ചു. എന്നാൽ മനുഷ്യൻ അവന്റെ ദൗത്യത്തിൽ നിന്ന് വീണുപോയി. പിശാചിന്റെ തന്ത്രത്തിൽ അവൻ അകപ്പെട്ടു പോയി. അവൻ പിശാചിന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോയത് കൊണ്ട് തന്നെ അവനെ ഉണ്ടാക്കിയ മണ്ണിലേക്ക് തന്നെ അവൻ വീഴ്ത്തപ്പെട്ടു. ശ്രദ്ധിച്ച് കേൾക്കണേ. അല്ലെ, അവനെ എവിടെ നിന്നുണ്ടാക്കിയോ ആ ഉണ്ടാക്കിയ മണ്ണിലോട്ട് തന്നെ അവൻ വീഴ്ത്തപ്പെട്ടു. മണ്ണിൽ നിന്ന് ഞാൻ പറയുന്നത്, മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ മണ്ണിന്റെ ഘടന അല്ലെങ്കിൽ മണ്ണിന്റെ ബലമല്ല, പകരം അവന്റെ അകത്തോട്ട് ഊതിയ ശ്വാസത്തിന്റെ ശക്തിയിലാണ് ജനിച്ചത്. അവനെ പുതപ്പിച്ച് അവനെ മേൽ മൂടപ്പെട്ട ദൈവ തേജസ്സാണ് അവനെ മുന്നോട്ട് നയിച്ചത്. പാപം കർത്തൃത്വം നടത്തിയപ്പോൾ അവനിൽ നിന്നും ദൈവ തേജസ് മാറ്റപ്പെട്ടു. പിന്നെ എന്തായി മാറി? സാധാരണ മണ്ണായ മനുഷ്യനായി മാറ്റപ്പെട്ടു. അവന് പതനം സംഭവിച്ചു. ദൈവ തേജസ് ഇല്ലാതായപ്പോൾ എവിടെ നിന്ന് താൻ വന്നോ അവിടേക്ക് തന്നെ എന്ത് ചെയ്തു? അതുകൊണ്ടാണ് നീ നിന്റെ ഈ പ്രപഞ്ചത്തിൽ നിന്റെ കഠിനാധ്വാനം കൊണ്ട് നീ എന്ത് ചെയ്യും? നിന്റെ നെറ്റിമേലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ വിയർത്തിച്ച് കഴിക്കണം എന്നൊക്കെ പറയുന്ന വസ്തുത യഥാർത്ഥത്തിൽ ശാപമാണ്. ദൈവം മാനവരാശിക്ക് കൊടുത്ത ശാപമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് വിയർപ്പ് കുടിച്ച് കഷ്ടപ്പെട്ട് അസ്ഥി പൊടിയുന്ന വേദനയോടെ ഇത് കഴിക്കാനല്ല, അങ്ങനെ ജീവിക്കാനല്ല ദൈവം മനുഷ്യനാക്കി വെച്ചത്. സർവത്തെയും വാഴുന്നവനായി സന്തോഷ സമാധാനത്തോടെ ജീവിക്കാനാണ് ഭൂമണ്ഡലത്തിൽ ദൈവം മനുഷ്യനാക്കി വെച്ചത്. എന്നാൽ അവനെ വീഴ്ത്തപ്പെട്ടപ്പോൾ ചിലത് അവന്റെ മേൽ ശാപത്തിന് ഹേതുവായി മാറി. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുന്നു കാഴ്ച നഷ്ടപ്പെട്ട ഒരു വ്യക്തി. പഴയ നിയമത്തിന്റെ അടിത്തറയിൽ നോക്കിക്കഴിഞ്ഞാൽ പാപത്താൽ രോഗത്താൽ മരണം. ഒരുവന്റെ മേൽ രോഗം വന്ന് വാഴണമെങ്കിൽ അവന്റെ മേൽ കർത്തൃത്വം നടത്തുന്ന പാപശക്തി അതിന് മുഖാന്തരമായി അതിനാണ് അതിന്റെ പിന്നിലെ റൂട്ട് എന്ന് പഴയ നിയമം പഠിപ്പിക്കുന്നു. അല്ലെങ്കിൽ യഹൂദന്റെ തോറ പ്രകാരം ഒരു ബോധ്യം നൽകുന്നു. ഓക്കെ, പാപം മുഖാന്തരമുണ്ടായ രോഗത്തിൽ നിന്ന് മോചനം നൽകുന്നതിന് വേണ്ടി സർവശക്തനായ തമ്പുരാൻ ഹല്ലേലൂയ നീ എവിടെ നിന്ന് വന്നു? നിന്റെ അടിസ്ഥാനം എവിടെയാണോ ആ അടിസ്ഥാനത്തിൽ നിന്നൊരു പണി നടത്തി പിന്നെയും ചിലത് ചെയ്തിടുകയാണ്. സ്തോത്രം. മണ്ണുകൊണ്ട് നിർമ്മിച്ച മനുഷ്യനെ ആ മണ്ണുകൊണ്ട് തന്നെ ഒരു വിടുതൽ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ വലിയൊരു പദ്ധതി നോക്കിക്കോണം. അവൻ മണ്ണെടുത്തു അല്ലെങ്കിൽ മണ്ണിലോട്ട് തുപ്പി കുഴച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഒരു സൃഷ്ടി നടക്കുകയാണ്. യുക്തിയുടെ ബോധം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരെങ്കിലും മങ്ങിയ കാഴ്ചയെങ്കിലും ഉള്ളവന്റെ കണ്ണിന്റെ മുകളിലോട്ട് കണ്ണടച്ച് വെച്ചേക്കുന്നതിന് കുറച്ച് വെട്ടവേലിയും കാണാം, നടന്ന് തപ്പിത്തടഞ്ഞു പോകാനുള്ള വെട്ടവേലിയും കാണാമെന്ന് പറയാം. അല്ലെങ്കിൽ വ്യക്തം ആളുകളെ ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും നല്ല ശക്തമായ സൂര്യപ്രകാശത്തിന്റെ ഒരു എഫക്റ്റ് അങ്ങനെയുള്ളവന് കാണാൻ പറ്റും.
അപ്പൊ ഉണ്ടായിരുന്ന കണ്ണൂടെ അല്ലെ ഉണ്ടായിരുന്ന കാഴ്ചയും കൂടെ മക്കിക്കളെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് ഇല്ലാതാക്കി കളയുന്നതിനെ മുടക്കിക്കളയുന്ന ഒരു പ്രവൃത്തിയോട് നടക്കുകയാണ്. ഈ പ്രവൃത്തിയോട് നടക്കുകയാണ്. മണ്ണ് കുഴച്ച് ചേർ അവന്റെ കണ്ണിന്മേൽ വെച്ച് കഴിഞ്ഞപ്പം അവന് ശകലം പോലും വെളിച്ചം കാണാൻ പറ്റുമോ? ഇല്ല. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ആശ്രയിക്കുന്നത് മണ്ണിന്റെ വസ്തുതകളെയാണ്, അല്ലെങ്കിൽ ദൈവ സൃഷ്ടികളെയാണ്. നമ്മുടെ വിഷയങ്ങൾക്ക് പലപ്പോഴും ഉത്തരം കണ്ടെത്താൻ നമ്മൾ ശ്രമം നടത്തുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇന്നടത്ത് ഒരു പരിഹാരം ഉണ്ടാകും. എവിടുന്ന് പരിഹാരം ഉണ്ടാവും? എന്റെ അങ്കിളിൽ നിന്നുണ്ടാകും, എന്റെ ആന്റിയിൽ നിന്നുണ്ടാകും, എന്റെ അനിയനിൽ നിന്നുണ്ടാകും, അല്ലെങ്കിൽ എന്റെ ജ്യേഷ്ഠനിൽ നിന്നുണ്ടാകും, എന്റെ സിസ്റ്ററിൽ നിന്നുണ്ടാകാം, അല്ലെങ്കിൽ എന്റെ ഇന്നാരിൽ നിന്നുണ്ടാകും, അല്ലെങ്കിൽ ഇന്ന സംവിധാനങ്ങൾ മുഖാന്തരം ഉണ്ടാകും. നമ്മളെപ്പോഴും മണ്ണിന്റെ വസ്തുതകളിൽ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ മണ്ണിൽ നിന്നും ഹല്ലേലൂയ, മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ മണ്ണിലേക്ക് വീഴ്ത്തപ്പെട്ടു. ആ വീഴ്ചയിൽ നിന്നും അവനെ വിടുവിക്കുന്ന നിലയിൽ അവനെ ആ വീഴ്ചയിൽ നിന്നും ഹല്ലേലൂയ ഉയർത്തിയെടുക്കേണ്ടതിന് അയക്കപ്പെട്ടവൻ ചില പ്രവർത്തികൾ ചെയ്യുക, അല്ലെങ്കിൽ പിതാവിന്റെ പദ്ധതി പ്രകാരം ഭൗമണ്ഡലത്തിൽ ചില പ്രവർത്തികൾ തികയ്ക്കുകയാണ്, ചില ബോധ്യങ്ങൾ നൽകുകയാണ്. ഹല്ലേലൂയ. ഈ മണ്ണിനെ നീ ആശ്രയിച്ചാൽ നിന്റെ ഉള്ള കാഴ്ചയും കൂടെ എന്ത് ചെയ്യും? നിന്റെ ഉള്ള വെളിച്ചം കൂടെ മങ്ങിപ്പോകും. എന്നാൽ എന്റെ കരം ചലിച്ചാൽ, എന്നിൽ നീ നിറഞ്ഞാൽ, എന്നിൽ നീ ആശ്രയിച്ചാൽ, അയക്കപ്പെട്ടവനിൽ നീ ആശ്രയം വെച്ചാൽ നിന്റെ ജീവിതത്തിൽ ശക്തമായ ചില നടക്കുക. മണ്ണിലേക്ക് കൊതിയോടെ നോക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ, മണ്ണിലായിരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടികളെ ആശ്രയം വെക്കാൻ കൊതിക്കുന്ന മനുഷ്യൻ, ഹല്ലേലൂയ, സൃഷ്ടിച്ചവനെ അല്ല സൃഷ്ടികളെ ആശ്രയം വെക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ. നീ സൃഷ്ടികളെ അല്ല ആശ്രയം വെക്കേണ്ടത്, എല്ലാത്തിനെയും ചമച്ച സർവശക്തനായ ഒരുവൻ ആശ്രയം വെക്കണമെന്ന വലിയൊരു തത്വം ഹല്ലേലൂയ, ആ പ്രവൃത്തിയിലൂടെ ദൈവം വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ മണ്ണ് തുപ്പൽ കൊണ്ട് എന്ത് ചെയ്തു? കുഴച്ച് ചേറുണ്ടാക്കി എന്ത് ചെയ്തു? അതിനെ എന്ത് ചെയ്തു? അത് പുരട്ടി. ഹല്ലേലൂയ. മനുഷ്യ സൃഷ്ടി വീണു പോയിടത്തു നിന്നും അവന്റെ വീഴ്ചയിൽ നിന്നും അവനെ എഴുന്നേൽപ്പിക്കേണ്ടതിന് സർവശക്തനായ ദൈവം അയക്കപ്പെട്ടവൻ ചില പ്രവർത്തിക്കുകയാണ്. താൻ ആ മണ്ണിൽ തുപ്പൽ കൊണ്ട് മണ്ണിനെ കുഴച്ചു, ആ മണ്ണ് കണ്ണിന്മേൽ പൂശി. നീ മണ്ണിന്റെ വസ്തുതകളെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ, ഭൗമമണ്ഡലത്തിൽ ദൈവസൃഷ്ടിച്ച സൃഷ്ടികളെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഉള്ള കാഴ്ച കൂടെ മങ്ങിപ്പോകും. നിന്റെ ഉള്ള പ്രകാശം കൂടെ എന്ത് ചെയ്യും? മങ്ങിപ്പോകും. എന്നാൽ സൃഷ്ടികർത്താവ് അയക്കപ്പെട്ട നീ ആശ്രയം വെച്ചാൽ നിന്റെ ജീവിതത്തിൽ ശക്തമായ ചിലത് നടക്കും. മണ്ണ് പൂശിട്ട് പറയാ, എന്ത് പറയാ? ഇനി നീ എവിടെ പോവുക? ശീലോഹം കുളത്തിൽ പോയി കഴുകുക. ശീലോഹം എന്ന പദത്തിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ. ആരാണ് അയക്കപ്പെട്ടവൻ? വിശുദ്ധ വചനം പഠിക്കുന്നവർക്കറിയാം, യേശു കർത്താവ്. അയക്കപ്പെട്ടവനിൽ നീ നിറഞ്ഞാൽ, അയക്കപ്പെട്ടവന്റെ ബലത്തിൽ നീ ആശ്രയം വെച്ചാൽ, ഹല്ലേലൂയ, മണ്ണിന്റെ ശക്തിയിൽ നിന്ന് നിനക്കൊരു മോചനം ഉണ്ടാവും. ഹല്ലേലൂയ. നിന്റെ കണ്ണിൽ മൂടപ്പെട്ടിരിക്കുന്ന എന്ത് ശക്തിയാണോ, എന്ത് വ്യാപാരമാണോ, അതിനെ അതേ നാണയം കൊണ്ട് ഒരു മറുപടി പറയുന്ന സർവശക്തനായ ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടെ കാണാൻ കഴിയുന്നു. യെശയ്യാവിന്റെ പുസ്തകം 53:5 വാക്യം നമുക്ക് എടുക്കാം. എടുത്ത് നമുക്ക് വായിക്കാം. യെശയ്യാവ് 53:5 വായിച്ചാണ്. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങളെ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യം നിമിത്തം തകർന്നുവിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇവിടെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 6-7 വാക്യങ്ങൾ വായിച്ചപ്പോൾ കണ്ടത് ഒരു പ്രവൃത്തിയാണ്. യേശു അപ്പൊ ഒരു പ്രവൃത്തി ചെയ്തു. ആ പ്രവൃത്തിയിലൂടെ ഒരു വിടുതൽ കൽപ്പിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഓക്കെ, മണ്ണ് കുഴച്ചു അവന്റെ കണ്ണിൽ മേൽ പൂശി. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉണ്ടായിരുന്ന വെട്ടം പോലും അടയപ്പെട്ടു. എന്നിട്ട് അവനോട് പറയുകയാണ്, നീ എന്ത് ചെയ്യുക? ശീലോഹം കുളത്തിൽ പോയി കഴുകുക. അയക്കപ്പെട്ടവനിലൂടെ ഒരു കഴുകൽ നിനക്കുണ്ടായാൽ, നമ്മുടെ
ശ്രദ്ധിച്ചുക, അയക്കപ്പെട്ടവൻ മുഖാന്തരം ഒരു കഴിവ് നിന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ നിന്റെ രോഗങ്ങൾ രോഗങ്ങളായി ഇരിക്കത്തില്ല, നിന്റെ ബന്ധനങ്ങൾ ബന്ധനങ്ങളായി ഇരിക്കത്തില്ല. ഒരു വിടുതൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. അപ്പൊ അയക്കപ്പെട്ടവനെ തിരിച്ചറിഞ്ഞാൽ ഉറപ്പായിട്ട് നിന്നെ വെച്ച് പറയാൻ കഴിയും. എന്ത് പറയാൻ കഴിയും? എന്ത് പറയാൻ പറ്റും? അവന്റെ അടിപ്പിടരാൻ, അല്ലെങ്കിൽ അയക്കപ്പെട്ടവൻ മുഖാന്തരം എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമുക്കറിയാം, ആദാം പാപത്താൽ വീണു. എങ്ങോട്ട് വീണു? അവൻ മണ്ണിലേക്ക് വീണു. മണ്ണാൽ നിർമ്മിക്കപ്പെട്ടവൻ മണ്ണിലേക്ക് എന്ത് ചെയ്തു? വീഴ്ത്തപ്പെട്ടു. അങ്ങനെ വീഴ്ത്തപ്പെട്ട മാനവരാശിക്ക് മോചനം നൽകുന്നതിന് വേണ്ടി അവസാനത്തെ ആദാമായ യേശു അപ്പ എനിക്കും നിങ്ങൾക്കും വേണ്ടി വലിയൊരു പ്രവൃത്തി കാൽവറിയിൽ പൂർത്തീകരിച്ചു. ആ പൂർത്തീകരണ ശക്തി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സകലമേലും വെളിപ്പെടട്ടെ. അയക്കപ്പെട്ടവന്റെ മഹാകൃപയുടെ വ്യാപാരം കണ്ടുകൊണ്ടിരിക്കുന്ന സകല പേരും വെളിപ്പെടട്ടെ. എന്റെ ഇന്ന വ്യക്തികൾ, എന്റെ വേണ്ടപ്പെട്ട എന്റെ ഇന്ന ഘട്ടങ്ങളിൽ എനിക്ക് സഹായമായി മാറുമെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പൊട്ടിമാറും. വ്യക്തികളിൽ ആശ്രയം വെക്കാതെ, സ്ഥാപനങ്ങളിൽ ആശ്രയം വെക്കാതെ ഇതിനൊക്കെയും പ്രവർത്തിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ചിലപ്പോ നീ ആഗ്രഹിച്ച് കൊതിച്ചു നിൽക്കുന്ന ഘട്ടങ്ങളിലെല്ലാം നിശബ്ദമായി മാറും. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ, നിന്നെ സൃഷ്ടിച്ചവൻ, അവനോട് നീ ഫോക്കസ് കൊടുത്താൽ, ശ്രദ്ധ കൊടുത്താൽ ഉറപ്പായിട്ടും ശക്തമായ വിടുതൽ ഉണ്ടാവും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. യേശുവേ, അപ്പ തമ്പുരാനെ, അങ്ങനെ വലിയ സാന്നിധ്യം, അങ്ങനെ വലിയ കൃപ അപ്പാ, ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ രോഗങ്ങളിൽ, ഞങ്ങളുടെ ശാപങ്ങൾ ഞങ്ങളെ മോചിക്കുന്നതിന് വേണ്ടി ഭാവമണ്ഡലത്തിൽ ഇറങ്ങി വന്ന് ദൗത്യത്തോട് ഐക്യപ്പെട്ട യേശു അപ്പയുടെ കൃപയിൽ ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിൽ ശക്തമായി വിടുതൽ ഉണ്ടാകുന്ന തിരുവചനം പറയുന്നുവെങ്കിൽ, അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥനയോടെ ചേർന്ന് കൂടെ പ്രാർത്ഥിക്കുന്ന സകലമേൽ ആ വിടുതലകരം ചലിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്റെ രോഗത്തെ മാറ്റി എന്റെ തമ്പുരാൻ, എന്റെ ശാപത്തിൽ നിന്ന് എന്നെ മോചനം തന്ന എന്റെ ദൈവം, എന്റെ അകൃത്യങ്ങളിൽ നിന്ന് എനിക്ക് വിടുതൽ നൽകിയ എന്റെ അപ്പ എന്ന് ഓരോരുത്തർക്ക് പറയുവാൻ അങ്ങയുടെ കരം ചലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. യേശുവേ അരുമനാഥ, തലമുറകളെ ചൊല്ലി ഭാരപ്പെടുന്ന ഒരു വ്യക്തി ജീവിതങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കാൻ പോവുകയാണ്. തലമുറകൾക്ക് വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്ന ചെറുമേ ദൈവത്തിന്റെ കരം ചലിക്കാൻ പോവുകയാണ്. നടക്കത്തിൽ എഴുതി തള്ളിയിരിക്കുന്ന മണ്ഡലങ്ങളുടെ മേൽ എന്റെ അപ്പയുടെ കരം ചലിക്കാൻ പോവുകയാണ്. നീ മണ്ണിലോട്ടുള്ള നോട്ടം മതിയാക്ക്. ചട്ടങ്ങളിലും പ്രമാണങ്ങളിലും രസിച്ച് ന്യായപ്രമാണത്താലോ ആകുന്ന ശാപത്തിന്റെ ശക്തിയിൽ നീ മോചനം പ്രാപിച്ച് സർവത്തിന്റെ ഉടമസ്ഥനായ സർവശക്തനായ യേശു ക്രിസ്തുവിൽ ആശ്രയം വെക്കുക. രക്ഷയുടെ ശാസ്ത്രം, രക്ഷയുടെ ശക്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവിനാൽ നിന്റെ ജീവിതത്തിൽ ചിലത് അപ്പ ചെയ്തെടുക്കുക, ചിലത് ഉണ്ടാകട്ടെ. അടഞ്ഞിടത്തെ ചില വഴികൾ തുറക്കട്ടെ. മറുപടി സ്വർഗം തന്നതിനെ ഓർത്ത് സ്തോത്രം. യേശു അപ്പയുടെ അധികാരമുള്ള നാമത്തിൽ തന്നെ ശൂന്യതകളെ മാറ്റി മറുപടി തരുവാൻ കഴിവുള്ളവന്റെ വ്യാപാര ശക്തി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സകലരുടെ മേൽ വെളിപ്പെടുമെന്ന് ലാസ്റ്റ് ടൈം മിനിസ്ട്രിയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവരെയും അപ്പ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ.